രഘു, ഏറെ സമയം നീണ്ട ചില അനിശ്ചിതത്വങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹങ്ങൾ ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. വൈകുന്നേരം ഒരു മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. ഇനി എത്ര സമയമെടുക്കും ഈ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്താൻ? അവിടുത്തെ സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ എങ്ങനെ? കൊണ്ട് അവിടെ നിന്ന് ഈ പുത്തുമലയിലെ ശ്മശാനത്തിലേക്ക് ആംബുലൻസിന് ഓടിയെത്താൻ വേണ്ടി സാധിക്കും. മന്ത്രിമാരായ KR രാജൻ, OR കേളു അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്. വോളണ്ടിയർമാർ വൈകുന്നേരം 4:00 തന്നെ ഈ ശ്മശാനം തയ്യാറാക്കി വെച്ചിരുന്നു. 30 കുഴിയാണ് ആദ്യമേ എടുത്തത്. ഇതിനുശേഷം അവിടെ നിന്ന് നൽകിയ നിർദ്ദേശപ്രകാരം 8 കുഴി കൂടി സന്നദ്ധ പ്രവർത്തകർ എടുത്തിട്ടുണ്ട്. അവരെല്ലാവരും മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ച് മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിൽ മുന്നൊരുക്കവുമായി നേരത്തെ തന്നെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. മൃതദേഹം എത്തിച്ചാൽ ആദ്യമുള്ള ഒരു ചെറിയ പൊതുദർശനം ഉണ്ടാകും. ഇതിനുശേഷം സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ധാരാളം ആളുകൾ ദൃശ്യത്തിൽ നിന്ന് കാണാവുന്നത്, കാരണം രാത്രി ആയതുകൊണ്ട് ദൃശ്യമൊക്കെ ഒരു വിപുലമായ രീതിയിൽ കാണിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം സന്നദ്ധ പ്രവർത്തകർ, മറ്റ് നൂറുകണക്കിന് ആളുകൾ. കാരണം ഈ കാണാതായ ആളുകളുടെ ബന്ധുക്കളാണ് ഇതിൽ കൂടുതലുമായി വന്നിരിക്കുന്നത്. ഇതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകാം എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് അടിസ്ഥാനത്തിൽ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നവരാണ് ഇവരെല്ലാവരും. വൈകുന്നേരം ഉച്ചയ്ക്കോടുകൂടിയാണ് ഇവിടെ ഇന്നലെ തന്നെ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് മൃതദേഹം, തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹം കൂട്ടത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ പൊതു ശ്മശാനമില്ലാത്തത് തിരിച്ചടിയായി. പിന്നീടാണ് ആയുഷൻ മലയാളവുമായി ബന്ധപ്പെടുകയും അവർ ഈ പുത്തുമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശം ഈ ശ്മശാനത്തിന് വേണ്ടി വിട്ടു നൽകാമെന്ന് അറിയിക്കുകയും അത് ഉച്ചയോടുകൂടി അത് തീരുമാനമാവുകയും ചെയ്തതാണ്. വളരെ വേഗത്തിൽ തന്നെ സന്നദ്ധ പ്രവർത്തകർ ഈ ശ്മശാനം, അതായത് കാട് മൂടി കിടന്നിരുന്ന ഒരു പ്രദേശം ശ്മശാനമാക്കി മാറ്റിയിരുന്നു. പക്ഷേ അത് പറഞ്ഞതുപോലെ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ചില നിയമപരമായ പ്രശ്നങ്ങൾ കാരണമാണ് ഇത്രയേറെ വൈകിയത്. ആ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിൽ പാലിച്ചായിരുന്നെങ്കിൽ 4 മണിയോടുകൂടി തന്നെ സംസ്കാരം നടത്താമായിരുന്നു. പക്ഷേ ചില ആളുകൾ മൃതദേഹം തിരിച്ചറിയുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പിന്നീട് ചില ആളുകൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഒരാൾ ഈ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി എത്തിയാൽ മോർച്ചറിയിലുള്ള 29 മൃതദേഹങ്ങളും കാണിക്കണം. കാരണം ഇതിലേതെങ്കിലുമാണോ അവരുടെ ബന്ധുക്കളെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. അങ്ങനെ ധാരാളം ആളുകൾ എത്തിക്കൊണ്ടാണ് മൃതദേഹം സംസ്കരിക്കാൻ വൈകിയത് എന്നുള്ളതാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. ഇനിയും കുറച്ചധികം മൃതദേഹങ്ങൾ കൂടി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അതും അധികം വൈകാതെ തന്നെ സംസ്കരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോഴും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ രഘു? വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ ആളുകൾ ധാരാളമായി അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. നേരം വൈകിയ സ്ഥിതിക്ക് ആളുകൾ അവിടെ നിൽക്കാതെ മടങ്ങുകയാണോ, അതോ ഇനിയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടേ മടങ്ങൂ എന്ന് കരുതി അവിടെ തന്നെ തുടരുകയാണോ? സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാൻ വേണ്ടി തന്നെയാണ് ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തകരാണ് ഏറെയും, കുറച്ച് തൊട്ടടുത്തുള്ള നാട്ടുകാരും പിന്നീടുള്ളത് ബന്ധുക്കളാണ്. അവർ ഉച്ചയ്ക്ക് വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിയതാണ്. ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. വൈകുന്നേരം 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും എത്തിയത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞ് ഈ മൃതദേഹം സംസ്കരിക്കുന്നത് വൈകുകയായിരുന്നു. ഒരു തണുപ്പുള്ള, പ്രത്യേകിച്ച് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നല്ല തണുപ്പിലേക്ക് അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതികൂല കാലാവസ്ഥയിലും ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ആരെന്നോ എന്തെന്നോ തിരിച്ചറിയാത്ത മൃതദേഹം തങ്ങളുടെ വേണ്ടപ്പെട്ടവരായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ അതിന് അന്ത്യോപചാരം നൽകി എല്ലാവിധമായ ആചാര മര്യാദകളോടുകൂടി സംസ്കരിക്കുന്നത് കാണാനും മറ്റുമായിട്ടാണ് ആളുകളെല്ലാം ഇവിടെ ഒത്തുകൂടി നിൽക്കുന്നത്. ജനപ്രതിനിധികൾ ആരൊക്കെ എത്തിയിട്ടുണ്ട്? ഇത്രയും സമയമായ സ്ഥിതിക്ക് ഇനി നേരത്തെ കരുതിയതുപോലെയൊന്നും ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ. എന്താണ് ഒരു തീരുമാനം? മന്ത്രിമാരായ കെ രാജൻ, OR കേളു, AK ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം ഭാരവാഹികളുണ്ട്, DYFIയുടെ ഭാരവാഹികളുണ്ട്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ, വിവിധ സംഘടനയിൽപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും ഉച്ച മുതൽ തന്നെ ഇവിടെ ഉണ്ട്.